പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ റോഡ് ഉദ്ഘാടനത്തെ ചൊല്ലി CPIM-ഉം ജനങ്ങളും തമ്മിൽ തർക്കം. മന്ത്രി PA മുഹമ്മദ് റിയാസ് നാളെ ഉദ്ഘാടനം ചെയ്യാനിരുന്ന ചിറക്കൽപ്പടി റോഡ് നാട്ടുകാർ ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ജനകീയ ഉദ്ഘാടനം CPIM നേതാക്കൾ തടഞ്ഞത് സംഘർഷത്തിന് കാരണമായി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. നിഖിൽ, ഈ പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകിയതാണോ പ്രതിഷേധത്തിന് കാരണം, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ നിഖിൽ? അങ്ങനെ ഒരു സാഹചര്യമില്ല ഉന്മേഷ്. കാരണം കുറേ അധികം നാളുകളായിട്ട് ഈ മേഖലയിൽ ഉയർന്നു വരുന്ന ഒരു വലിയ വിഷയമാണ് ഈ റോഡിന്റെ പരിമിതി എന്നുള്ളത്. ഉന്മേഷ് ഓർക്കുന്നുണ്ടാകും, നേരത്തെ കാഞ്ഞിരപ്പുഴ ഡാമിൽ വെച്ച് നമ്മൾ നടത്തിയ ഒരു ചർച്ചയിൽ ഉന്മേഷിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ ആളുകൾ ഉന്നയിച്ചൊരു വിഷയമായിരുന്നു കാഞ്ഞിരപ്പുഴ ചിറക്കൽപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച്. ആ റോഡിന്റെ പണി ഏതാണ്ട് വർഷങ്ങളോളമായി നടക്കുകയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ അത് വളരെ മന്ദഗതിയിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. ഇന്നിപ്പോൾ പണി പൂർത്തിയായിരിക്കും. അതിനിടെ ചില കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഒക്കെ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നാളെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ജനകീയ സമിതി, അവിടുത്തെ ആളുകളുടെ ജനകീയ കൂട്ടായ്മ, അത് രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ ഒരു സംഘടനയാണ്. അവർ ഒരു ദിവസം മുൻപേ ഒരു ആഘോഷപൂർവ്വം എന്നുള്ള നിലയിൽ ആ റോഡിലൂടെ നടന്ന് ഈ ജനകീയ ഉദ്ഘാടനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അത്തരത്തിലൊരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം നടത്താൻ ശ്രമിച്ചപ്പോഴാണ് CPM പ്രവർത്തകർ അവിടേക്ക് എത്തുകയും ഈ ഉദ്ഘാടനം തടയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നാളെ മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട റോഡ് ഇന്ന് മറ്റാരും ഉദ്ഘാടനം ചെയ്യേണ്ട എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇതൊരു ഉന്തും തള്ളിലേക്ക് സാഹചര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റോഡ് ഉദ്ഘാടനത്തിനെത്തിയ ജനകീയ സമിതിയിലെ അംഗത്തെയാണ് അറസ്റ്റ് ചെയ്തത്. നാളെ തന്നെ മന്ത്രി ഈ റോഡ് ഉദ്ഘാടനം ചെയ്യും. അതിനു മുൻപ് ഒരു ജനകീയ ഉദ്ഘാടനം വേണ്ട എന്നുള്ള നിലപാട് CPM പ്രവർത്തകർ സ്വീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഈ ജനകീയ സമിതി പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും ഉണ്ടായത്. ഉന്മേഷ്, ശരി. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ 24 കണക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ, കാഞ്ഞിരപ്പുഴ ഡാമിന്റെ അവിടെ വെച്ച് നടന്ന ഒരു ചർച്ചയിൽ ഈ വിഷയം ജനങ്ങൾ ഉന്നയിച്ചതാണ്. അത് 24 അന്ന് ചർച്ച ചെയ്തതുമാണ്. അതുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ റോഡാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ തർക്കമുണ്ടായതും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്.